പേരെന്തുവാ? ദിലീപ്. ദിലീപ്. എവിടാ സ്ഥലം? എവിടെ? പള്ളിച്ചൽ. പള്ളിച്ചൽ. പള്ളിച്ചൽ എന്ന് പറഞ്ഞ ഏത് സ്ഥലത്താ? പള്ളിച്ചൽ ബാലരാമപുരം. ബാലരാമപുരം. വീട്ടുകാരൊക്കെ ഉണ്ട്? വീട്ടിൽ എൻ്റെ ഭാര്യയുണ്ട്. എനിക്ക് 3 ആൺപിള്ളേരായിരുന്നു. ഒരുത്തം മരിച്ചു പോയി. ബാലരാമപുരം തൊലഫോനല്ല, തൊലഫിൻ്റെ അടിയിൽ. ഇപ്പം എവിടെ പോകാൻ വന്നതാ? ഇപ്പം അവിടെ വന്നതാണ്. എവിടെ വന്നതാ? പള്ളിയിലാണോ? ഏത് പള്ളിയിലാ? ഏത് പള്ളി പോകാൻ വന്നതാ? പള്ളി, പുല്ലിച്ചിറ പള്ളിയിൽ. പുള്ളിച്ചിറ പള്ളി. എന്നിട്ട് ഇവിടെ എങ്ങനെ വന്ന് കിടക്കുന്നു? ഇവിടെ അവിടെ നിന്ന് നിരങ്ങിയാണ് വന്നത്. പള്ളിയിൽ എന്തിനാ വന്നത്? യാചിക്കാനാണോ? യാചിക്കാനാണ് വന്നത്. പക്ഷെ അവിടുത്തെയും കാല് വയ്യ. എന്തൊക്കെ അസുഖങ്ങളുണ്ട്? എന്തിനാണെന്ന് അറിയാൻ വയ്യ. സാധാരണ നടക്കാൻ പറ്റുമോ? ജീവിക്കാൻ പറ്റും. അത്രേ ഉള്ളൂ. ജീവിക്കാൻ ട്രെയിനിൽ വന്നതാണോ? ട്രെയിനിലാണോ വന്നേ? ട്രെയിനിൽ ഇരുപത്തിറങ്ങിയോ? പള്ളിച്ചൽ ബാലരാമപുരം. ചേട്ടാ ആ വീട്ടുപേരൊന്ന് പറഞ്ഞേ. അത്തിയറ വിളാകത്ത് മേലെ പുത്തൻ വീട്. അത്തിയറ വിളാകത്ത് മേലെ പുത്തൻ വീട്, പാലൂർ കുഴി. മക്കളൊക്കെ അറിഞ്ഞായിരുന്നോ? അവരറിഞ്ഞ ഒന്ന് വിളിച്ചോണ്ട് പോവോ? വിളിച്ചോണ്ടൊന്നും പോകില്ല. പോകത്തില്ല. അവരൊക്കെ വലിയ നമ്മൾ ഒരു ഇതായില്ലേ, നമ്മൾ ഒരുമാതിരി ആക്കി വിട്ടപ്പോൾ പിന്നെ ഭാര്യയ്ക്കും വേണ്ട, നമുക്ക് വേണ്ട, അവർക്കാർക്കും വേണ്ട. അപ്പോൾ വീട് വിട്ട് ഇറങ്ങിയിട്ട് കുറേ കാലമായോ? ഇല്ല, ഞാൻ നമ്മളൊരു 4 ദിവസമായിട്ട് നമ്മുടെ വയനാട് പരിസരത്ത് തിരുവനന്തപുരം വാമനപുരത്തുള്ള ഒരു ചേട്ടൻ വഴി തെറ്റി മാനസിക രോഗിയാണെന്ന് തോന്നുന്നു. കഴിക്കാനും കുടിക്കാനും ഒന്നും വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു. ഇവിടെ വയനാട് നമ്മുടെ ജംഗ്ഷൻ സി കേശവൻ മെമ്മോറിയൽ ഹാളിന്റെ തൊട്ടിപ്പുറത്ത് 4 ദിവസമായിട്ട് സ്റ്റേ ചെയ്യായിരുന്നു. അങ്ങനെ നമ്മളെ ശ്യാമിനെയും നമ്മളെ ജീവകാരുണ്യ പ്രവർത്തകനായിട്ടുള്ള ഗണേശനെയും വിളിച്ചു വരുത്തി നമ്മൾ ആംബുലൻസിൽ വന്നു. ഇപ്പൊ അവരെ കുളിപ്പിച്ച് വൃത്തിയാക്കി നമ്മൾ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയാണ്. ആർക്കെങ്കിലും ഈ ചേട്ടനെ അറിയാമെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യുക. അല്ലെങ്കിൽ ഗണേശൻ, ഞാൻ ഇവിടുത്തെ വാർഡ് മെമ്പറാണ്, ഒന്നുകിൽ ഗണേശ് ചേട്ടനുമായിട്ട് കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ എന്നെയുമായിട്ട് കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ കോൺടാക്ട് ചെയ്യുക. ഈ ചേട്ടന് അറിയുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വന്ന് കൊണ്ടുപോകണമെന്ന് ഒരു ചെറിയ റിക്വസ്റ്റ് ചെയ്യാണ്. നോക്കട്ടെ, ഫോൺ നമ്പർ വല്ലതും ഉണ്ടോ അവരെ ആരെങ്കിലും? നമ്മളൊരു 2 ദിവസമായിട്ട് നമ്മുടെ എത്ര കൂടെ നേരത്തെ 10-15 ദിവസം. പഴയത് 15 ദിവസമായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ഈ 15 ദിവസം എവിടെയാ കിടന്നേ? 7 ദിവസം പുല്ലിച്ചിറ പള്ളി. അവിടെ ഭക്ഷണം ഇല്ലായിരുന്നു? അവിടെ ഭക്ഷണം ഉണ്ടായിരുന്നു. ഞാനിവിടെ നിന്ന് നടന്നവിടെ ചെല്ലുന്നത് കഴിക്കാനും പറ്റില്ല, തീർന്നു പോകും ഭക്ഷണം. പിന്നെ ആരടുത്തും ചോദിച്ചില്ലേ? ഇങ്ങനെ പോയി കിടക്കും.
എന്നിട്ട് അവിടെ ഉള്ള ആൾക്കാരും ചോദിച്ചൊന്നുമില്ലേ? ഇല്ല ഇല്ല. തിരിച്ച് ഞാൻ അവിടെ നിന്ന് എൻ്റെ പൈസ ഇല്ലായിരുന്നു. 17 രൂപ എന്തുകൊണ്ടായിരുന്നു. മൈനാട് ജംഗ്ഷനിൽ എങ്ങനെ വന്ന് കിടന്ന്? അത് പുള്ളിച്ചിറ പള്ളിയിൽ നിന്ന് നിറങ്ങി റോഡിൽ കൂടെ ഇറങ്ങി വന്നോ? നിറങ്ങി ഉം. ഇവിടെ നമ്മൾ കുരിശടിയിലൂടെ എത്തി. അവിടെ നിന്ന് ഫസ്റ്റിൽ എടുത്ത് ഇവിടെ വന്നു. ബസ്സിൽ വന്നു? ഫസ്റ്റിൽ എടുത്ത് അതിന് 17 രൂപ ഉണ്ടായിരുന്നു. 17 രൂപ കയ്യിലുണ്ടായിരുന്നു. അത് 10 രൂപ കൊടുത്ത് 10 രൂപ കൊടുത്ത് അവിടെ റെയിൽവേ സ്റ്റേഷനിൽ വന്നു. അവിടെ നിന്ന് എങ്ങോട്ട് പോകാനായിരുന്നു? മുറിവുണ്ടോ? മുറിവില്ല.